നീണ്ട ഇടവേളയ്ക്ക് ശേഷം ICC ചാമ്പ്യൻസ് ട്രോഫി ഈ വർഷം തിരിച്ചെത്തുകയാണ്. 2017 ശേഷം നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയാണ് ഇത്തവണത്തേത്. നിലവിലെ ചാമ്പ്യന്മാരായ പാകിസ്ഥാനാണ് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയാകുന്നത്. എന്നാൽ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യാൻ വിസമ്മതിച്ചതിനാൽ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിൽ നടക്കും. അടുത്ത മാസം 19-നാണ് ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ ടൂർണമെന്റിനുള്ള പ്രൊഫഷണൽ സ്ക്വാഡിനെ പ്രഖ്യാപിക്കാൻ ടീമുകൾക്ക് നൽകിയിരിക്കുന്ന അവസാന തീയതി ഈ മാസം 12-ആണ്. അവസാനം കളിച്ച ICC ടൂർണമെന്റിൽ കിരീടം ചൂടിയ ഇന്ത്യ തുടർച്ചയായ 2ാം ICC കിരീടം ലക്ഷ്യമിട്ടാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങുന്നത്. രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ കിടിലൻ ടീമിനെ തന്നെയായിരിക്കും ഇന്ത്യ ടൂർണമെന്റിന് അണിനിരത്തുക. അതിനൊപ്പം തന്നെ ഇന്ത്യൻ സ്ക്വാഡിൽ ചില ഞെട്ടിപ്പിക്കുന്ന ഒഴിവാക്കലുകളും ഉണ്ടാകുമെന്നാണ് സൂചനകൾ. ആരാധകരുടെ ചില പ്രിയ താരങ്ങൾക്ക് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം ലഭിച്ചേക്കില്ല. ടീമിന്റെ പ്രതിഭാ ധാരാളിത്തം തന്നെയാണ് ഇതിന് കാരണം. അത്തരത്തിൽ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ സാധ്യതയുള്ള 3 പ്രധാന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന് മലയാളി താരം സഞ്ജു സാംസൺ ആണ്. യുവതാരം യശസ്വി ജയ്സ്വാളിനെ 3ാം ഓപ്പണറായി ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ ഉൾപ്പെടുത്തുമെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതോടെ ഓപ്പണറായി സഞ്ജുവിന് ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിലേക്ക് വിളി വരാനുള്ള സാധ്യത അവസാനിച്ചിരിക്കുകയാണ്. ഇതല്ലാതെ സഞ്ജുവിന് സാധ്യതയുള്ളത് വിക്കറ്റ് കീപ്പറായി സ്ക്വാഡിൽ ഇടം പിടിക്കാനാണ്. എന്നാൽ വിക്കറ്റ് കീപ്പർമാരായി ഋഷഭ് പന്ത്, KL രാഹുൽ എന്നിവരെയാണ് ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് ഇന്ത്യ പരിഗണിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതോടെ ഈ സാധ്യതയും സഞ്ജുവിന് മുന്നിൽ അവസാനിച്ച മട്ടാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മികച്ച ഫോമിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് തഴയപ്പെട്ടാൽ സഞ്ജുവിനത് കനത്ത തിരിച്ചടിയായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇതുവരെ 16 ഏകദിന മത്സരങ്ങളിലാണ് സഞ്ജു ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത്. ഇതിൽ 56.66 ശരാശരിയിൽ 510 റൺസാണ് സമ്പാദ്യം. അടുത്തത് സൂര്യകുമാർ യാദവാണ്. നിലവിൽ ഇന്ത്യൻ T20 ടീമിന്റെ നായകനാണെങ്കിലും ഏകദിന ഫോർമാറ്റിൽ നടക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ സൂര്യകുമാർ യാദവിന് ടീമിൽ ഇടമുണ്ടാകില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. ഏകദിനത്തിൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി മധ്യനിരയിൽ കളിപ്പിക്കാൻ സ്കൈയേക്കാൾ മികച്ച ഒട്ടേറെ ഓപ്ഷനുകൾ ഇന്ത്യക്ക് മുന്നിലുണ്ട്. 2023 ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന താരമാണ് സ്കൈ. എന്നാൽ ഏകദിനത്തിൽ ലഭിച്ച അവസരങ്ങൾ മുതലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. 37 ഏകദിന മത്സരങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ സ്കൈ 25.76 ബാറ്റിംഗ് ശരാശരിയിൽ 773 റൺസാണ് നേടിയിട്ടുള്ളത്. അക്സർ പട്ടേലാണ് മറ്റൊരു പ്ലെയർ. ഇന്ത്യയുടെ സ്റ്റാർ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ അക്സർ പട്ടേലിനും ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ചേക്കില്ല എന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. അക്സറിനെ മറികടന്ന് വാഷിംഗ്ടൺ സുന്ദറിനെ ഇന്ത്യൻ ടീമിലേക്ക് ഉൾപ്പെടുത്താനാണ് സാധ്യത. സുന്ദറിന് പുറമെ രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ് എന്നിവരായിരിക്കും ICC ടൂർണമെന്റിൽ ഇന്ത്യയുടെ സ്പിൻ നിരയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുക. ഇന്ത്യക്ക് വേണ്ടി 60 ഏകദിന മത്സരങ്ങളാണ് അക്സർ പട്ടേൽ കളിച്ചിട്ടുള്ളത്. ഇതിൽ 568 റൺസും 64 വിക്കറ്റുകളും അക്സർ പട്ടേൽ നേടിയിട്ടുണ്ട്.